കാർഡിയോളജി ആണല്ലോ VK-യുടെ എല്ലാം എല്ലാം ഏരിയ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ സാധാരണ ഒരു ആൾക്ക് കാർഡിയോളജി എന്ന് അല്ലെങ്കിൽ ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കാർഡിയോളജി എന്ന് പറയുന്നത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന് ഒരുപാട് വേറെയും രോഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്താണ് കാർഡിയോളജിയുടെ കീഴിൽ വരുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളത്? കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹാർട്ടും രക്തക്കുഴലുകളും പമ്പ് ചെയ്യുന്ന ഹാർട്ടും ഏതിലേക്കാണോ പമ്പ് ചെയ്യുന്ന അത് രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലുകളും ഹാർട്ടും ചേർന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഇതാണ് കാർഡിയോളജിയുടെ പെർസ്പെക്റ്റീവ്. അപ്പൊ അതിൽ പക്ഷെ നമുക്ക് എപ്പോഴും ഓടി വരുന്ന രാജേഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൃദയാഘാതമാണ്. കാരണം എന്താ വെച്ചാൽ അത് ആൾക്കാർക്ക് വളരെയധികം ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ്. ലോകത്തൊട്ടാകെ തന്നെയുള്ള മരണകാരകമായിട്ടുള്ള അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അസുഖം കൂടിയാണിത്. ഇതേ അസുഖത്തിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ സ്ട്രോക്ക് ആയിട്ട് കാണുന്നത്. കാരണം രക്തക്കുഴലിലുള്ള ബ്ലോക്കാണ് ഇത് രണ്ടും. ഒന്ന് ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴലുള്ളതാണ്, ഒന്ന് ഹാർട്ടിലേക്ക് വരുന്ന രക്തക്കുഴലുള്ളതാണ്. ഇത്രയും വ്യത്യാസമുള്ളൂ, ഒരേ അസുഖം തന്നെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ട്രോക്ക് ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും കിഡ്നി ഡിസീസസ് ആയാലും ഇതൊക്കെ ഒരേ അസുഖത്തിന്റെ ഭാഗങ്ങളാണ്. അതായത് ഇതൊക്കെ അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ ഭാഗമാണ്. രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ നിറഞ്ഞിട്ടുള്ള ഉണലുകൾ വന്നിട്ട് അത് ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ അസുഖങ്ങൾ മുഴുവൻ വരുന്നത്. അത് ഏത് അവയവത്തിനെ വേണമെങ്കിൽ ബാധിക്കാം. കൂടുതൽ ബാധിക്കുന്ന ഹാർട്ടിനെ തന്നെയാണ്. കാരണം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവയവമാണല്ലോ ഹാർട്ട്. പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനിക്കുന്നതിന് മുന്നേ തന്നെ ഹൃദയമിടിപ്പ് ആണല്ലോ നമ്മൾ ആദ്യം ഒരു വയബിൾ ഫീറ്റസ് ആണോ എന്നുള്ളത് നോക്കാൻ ആദ്യം നോക്കുന്നത് ഹൃദയമിടിപ്പാണ്. അപ്പൊ തൊട്ട് മിടിച്ചു തുടങ്ങുന്ന ഹൃദയം ഏറ്റവും അവസാനം മരിക്കുന്നവരെ, അതായത് മരണം എന്ന് പറഞ്ഞുള്ളത് നമ്മൾ കണക്കാക്കുന്ന തന്നെ കാർഡിയക് ഡെത്ത് ആണ്. ഹാർട്ട് എപ്പോൾ നിർക്കുന്നു അതാണ് നമ്മൾ സാധാരണ ഡെത്ത് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു കാര്യം. മറ്റേ ബ്രെയിൻ ഡെത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട്. കാരണം ഒരു ഓർഗൻ ഹാർവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ ആള് മരിച്ചു എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും സാധാരണ രീതിയിൽ ക്ലിനിക്കലി ഡെഡ് എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ ഹൃദയം നിലയ്ക്കണം എന്നുള്ളതാണ്. ജനിക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങുന്ന, അതായത് ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഓർഗന്റെ വികാസ സങ്കോചം അത് മരിക്കുന്ന അവസാനത്തെ നിമിഷം വരെ നിലനിൽക്കുന്ന ഒന്നാണ് ഹൃദയമിടിപ്പ്, ഹൃദയതാളം എന്ന് ഞാൻ പറയും. മ്യൂസിക് ആയിട്ട് കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ട് അതാണ് കൂടുതൽ ആപ്റ്റ് എന്ന് തോന്നുന്നു. അതെ, ആ താളം ആണ് ജീവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ താളം നിലയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഹൃദയാഘാതം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. ഹൃദയാഘാതം ഉണ്ടായിട്ട് ആദ്യത്തെ ഒരു 1 അവറിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയം നിലയ്ക്കാനുള്ള സാധ്യത. 2 രീതിയിലുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഹാർട്ട് കംപ്ലീറ്റ് ആയി നിന്ന് പോവാം, അല്ലെങ്കിൽ ഹാർട്ടിന് വളരെ കഠിനമായിട്ടുള്ള മിടിപ്പിലുള്ള വ്യത്യാസം വന്ന് ഹാർട്ട് പമ്പ് ചെയ്യാതെ പോവുക. ഈ 2 കാര്യങ്ങളാണ് മരണത്തിന് കാരണമാകുന്ന പോകുന്നത്. അപ്പൊ അതാണ് ഹൃദയാഘാതത്തിന്റെ ഇതിലുള്ള ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷെ അതേസമയം ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അസുഖങ്ങളും കാർഡിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പൊ അതിൽ ഇത് മാത്രമല്ല, ഒന്ന് ജനിക്കുമ്പോൾ ഉള്ള കുട്ടികളുടെ ഹൃദയത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അതുകൊണ്ട് ചില പ്രത്യേക തരം സ്റ്റോറേജ് ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിക് അബ്നോർമാലിറ്റീസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസിൽ വരുന്ന തകരാറുകൾ, അത് പലപ്പോഴും ജനിതകമായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ വരുന്ന തകരാറുകൾ അത് മിക്കവാറും കുട്ടികളിലാണ് ഉണ്ടാവുക. കുട്ടികളുണ്ടാവുന്ന ഹൃദയ മിടിപ്പിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ കുട്ടികളിൽ വരാവുന്ന അസുഖങ്ങളാണ്. കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പമ്പിങ്ങിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഹൃദയത്തിന്റെ മിടിപ്പിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ അപ്പോൾ ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം രക്തക്കുഴലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കാവുന്ന വിഷയങ്ങളെല്ലാം കാർഡിയോളജിസ്റ്റിന്റെ ഏരിയ തന്നെയാണ്. ഈ വാൾവ്, അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖം. അതായത് നമ്മൾ രക്തവാതം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ഒരു അസുഖം കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോകും. പക്ഷെ ചില ആൾക്കാർക്ക് അതിന്റെ കൂടെ തന്നെ ചില കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള വാൽവിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ അത്തരം രോഗങ്ങൾ ഇപ്പൊ കുറവാണ്, നേരത്തെ കണ്ട് ചികിത്സിക്കുന്നത് കൊണ്ട്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകളിലൊന്ന് ഹാർട്ടിന് വാൽവിന് വേണ്ടി വരുന്ന
തകരാറുകളോ അതിനു വേണ്ടി വരുന്ന ചികിത്സകളുമായിരുന്നു. അത് വാൽവുളോപ്ലാസ്റ്റി ആവാം, വാൽവ് മാറ്റിവെക്കലാവാം. ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ അതിൻ്റെയൊക്കെ അളവ് വളരെ തുലവും കുറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ രക്തവാതം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നുണ്ട്. അത് പെൻസിലിൻ എന്ന് പറഞ്ഞ മരുന്നിന് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ളൊരു ഉപയോഗം അതിലുണ്ടായിട്ടുണ്ട്. അത് വന്നതിന് ശേഷം നേരത്തെ കണ്ടുപിടിക്കുന്ന വഴി ഹൃദയത്തിനുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാൻ സാധിച്ചു. അങ്ങനെ വാൽവിൻ്റെ അസുഖങ്ങൾ, രക്തവാതത്തെ തുടർന്നുള്ള വാൽവിൻ്റെ അസുഖങ്ങൾ പൊതുവെ കുറവാണ്. എന്നാലും കാണാം പലപ്പോഴും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ പല രീതിയിലുള്ള വാൽവിൻ്റെ അസുഖങ്ങളും ഉണ്ടാവാം. രക്തവാതം മാത്രമല്ല, വേറെ പല രീതിയിലുള്ള അസുഖങ്ങളും വന്നിട്ട് വാൽവിന് ലീക്ക് വരാം, തടസ്സം വരാം. അതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതിനൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള ചികിത്സകളും വേണ്ടി വന്നേക്കാം. പിന്നെ ഹൃദയ മാംസപേശിക്ക് ഉണ്ടാവുന്ന തകരാറുകൾ, ബലഹീനതകൾ, കാർഡിയക് ഫെയിലിയർ എന്ന് പറയും. ഹൃദയം മിടിപ്പിനുണ്ടാവുന്ന തകരാറുകൾ, പല രീതിയിലുള്ള തകരാറുകൾ ഉണ്ടാവും. കൂടുതലാവാം, മിടിപ്പ് കൂടുതലാവാം, മിടിപ്പ് കുറവാവാം. രണ്ടും പ്രശ്നമാണ്. അപ്പോൾ ഹൃദയതാളം അവതാളത്തിലാവുക എന്നുള്ളത് വളരെ വളരെ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അത് ശരീരത്തിന് മുഴുവൻ ബാധിക്കുക. ഹൃദയമാണല്ലോ ഓരോ എന്തുകൊണ്ട് ഹൃദയം എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ആദ്യം ഉത്തരം കാണാം. ഹൃദയത്തിന്റെ ആവശ്യം ആകെ വരുന്നത് കൂടുതൽ സെല്ലുകൾ, കൂടുതൽ കോശങ്ങളുള്ള ജീവികൾക്ക് നമുക്ക് ഗ്ലൂക്കോസും ബാക്കി പ്രധാന പോഷണങ്ങളും ഓക്സിജനും ഈ കോശങ്ങളിലേക്ക് എത്തിക്കാൻ പുറമേ നിന്ന് അബ്സോർബ് ചെയ്ത് എത്തിക്കാൻ പറ്റില്ല. 1 or 2 സെല്ലുകളുള്ളതാണെന്നുണ്ടെങ്കിൽ അത് പുറമേ നിന്ന് അബ്സോർബ് ചെയ്ത് എത്തിക്കും. ഫോർ എക്സാമ്പിൾ അമീബ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, 1 or 2 സെല്ലുകളുള്ള ജീവികൾ. കൂടുതൽ നമുക്ക് സെല്ലുകൾ വരുന്നു, അവയവങ്ങൾ വരുന്നു. അപ്പൊ ഇതിലേക്ക് ഓരോന്നിലേക്കും എത്തിക്കാൻ കൃത്യമായിട്ട് ഈ രീതിയിലുള്ള പോഷകാംശങ്ങൾ എത്തിക്കാൻ പറ്റണം, ഓക്സിജൻ എത്തിക്കാൻ പറ്റണം, ഗ്ലൂക്കോസ് എത്തിക്കാൻ പറ്റണം. എന്നാലേ സെല്ലുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിലൊരു പ്രത്യേക സിസ്റ്റം വരുന്നു. അതാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. മാമൽസ് തൊട്ട് വളരെ വികസിതമായിട്ടുള്ള, അതായത് സസ്തനികൾ തൊട്ടിട്ട് മുകളിലേക്കുള്ള കാര്യങ്ങളിൽ ഹ്യൂമൻ വരെ എത്തി നിൽക്കുന്ന എവല്യൂഷണറി സ്റ്റേറ്റിൽ ഇത് വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഓരോ ഹൃദയം പമ്പ് ചെയ്യുക, ബ്ലഡ് പമ്പ് ചെയ്യുക, അത് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ശരീരത്തിന്റെ വിവിധ കലകളിലേക്ക് എത്തിക്കുക. ഒപ്പം അതിന് ബാക്കിയുള്ള പോഷകാംശങ്ങളും ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്സ് എല്ലാം പലതരത്തിലുള്ള നമ്മൾ ആഹാരത്തിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന സാധനങ്ങൾ അവിടെ നിന്ന് എടുത്ത് എല്ലായിടത്തും എത്തിക്കുക. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റവും ഹാർട്ടിന്റെ പമ്പിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ താളം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കൃത്യമായിട്ട് എല്ലാ സെല്ലുകളും, അല്ലെങ്കിൽ എല്ലാ സെല്ലുകളും ഒരു നിശ്ചിത സമയത്തിന് ശേഷം നശിച്ചു പോകും. അതാണ് മരണം. അപ്പോൾ ഈ വരാവുന്ന പ്രശ്നങ്ങളെല്ലാം ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഹൃദയത്തിന്റെയും രക്തക്കുഴലുകളുടെയും പ്രശ്നമാണ്. അതൊക്കെ കാർഡിയോളജിസ്റ്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനു പുറമെ രക്തക്കുഴലുകൾ ഉണ്ടായേക്കാവുന്ന തകരാറുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന അസുഖം വഴി രക്തക്കുഴലിൽ ഉണ്ടായേക്കാവുന്ന ബ്ലോക്കുകൾ, വികാസം, കൂടുതൽ വികസിക്കുന്നതും പ്രശ്നം തന്നെയാണ്. ബ്ലോക്കിനെ പോലെ തന്നെ വികസിക്കുന്നതും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ട്. അത് അന്യൂറിസം എന്ന് പറയും നമ്മൾ. അതായത് ചില പൊട്ടിപ്പോവുക, രക്തക്കുഴലുകൾ വികസിച്ച് പൊട്ടുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ബ്ലഡ് നിൽക്കാതെ വരും. ഏത് അവയവത്തിലേക്കാണോ ബ്ലീഡ് ചെയ്യുന്നത് അതിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ സെറിബ്രൽ ഹെമറേജ് എന്ന് കേട്ടിട്ടുണ്ട്, സബറക്നോയിഡ് ഹെമറേജ് നമ്മൾ പലപ്പോഴും CT സ്കാനിലൊക്കെ കാണാം. നമുക്ക് പെട്ടെന്ന് തലവേദന വരുന്നു, ആള് ബോധം കെട്ടു പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു. അത് ചെറിയ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ രക്തക്കുഴലിന്റെ പല രീതിയിലുള്ള, ചിലപ്പോൾ രക്തക്കുഴലിന്റെ ഉള്ളിലുള്ള പാളി വിണ്ടു കീറാം. അപ്പൊ ഇതൊക്കെ അസുഖങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കാർഡിയോളജിസ്റ്റാണ് മാനേജ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ. കാർഡിയോളജിസ്റ്റും കാർഡിയക് സർജനും കൂടി. കാർഡിയോളജിയിൽ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗമുണ്ട്, കാർഡിയക് സർജൻ എന്ന് പറഞ്ഞ് സർജറി ചെയ്യുന്ന വിഭാഗമുണ്ട്. കാർഡിയോളജിസ്റ്റ് ആണ് പെർക്യൂട്ടേനിയസ് ഇന്റർവെൻഷൻ എന്ന് പറയുന്ന സുഷിരങ്ങളിലൂടെ ചെയ്യുന്ന, രക്തക്കുഴലിലൂടെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്ന കാർഡിയോളജിസ്റ്റ്. നേരെ മറിച്ച് ഓപ്പൺ സർജറി ചെയ്യുന്നത് കാർഡിയക് സർജനാണ്. ഇത് രണ്ടും 2 വിഭാഗത്തിൽ നിന്ന്, ഒന്ന് സർജറിയിൽ നിന്ന് വരുന്ന, സർജറി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്നതാണ്, മറ്റത് മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്നതാണ്. ഈ ഹൃദയതാളം എന്നിപ്പോൾ പറഞ്ഞതിൽ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് 72 ബീറ്റ്സ് എന്നോ, ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ്. ഹാർട്ട് റേറ്റ് നമ്മൾ പറയുന്നത് ഹൃദയം സ്പന്ദിക്കുന്ന
റേറ്റ്, അതായത് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഹൃദയം സ്പന്ദിക്കുന്നു. അത് തന്നെയാണ് പൾസിൽ ഒരു ഡോക്ടർ നോക്കുന്നതും. എത്ര പ്രാവശ്യം കാരണം ഓരോ മെഡിക്കലിനനുസരിച്ചും രക്തക്കുഴലുകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അപ്പൊ ആ വികാസവും ചുരുങ്ങലുമാണ് ഒരു പൾസായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് എത്ര പ്രാവശ്യം മിനിറ്റിലുണ്ട് എന്നുള്ളതാണ് ഹൃദയസ്പന്ദനം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്ന ഹാർട്ട് റേറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ പൾസ് റേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് 70 മുതൽ 90 വരെയാണ്. 60 മുതൽ 90 വരെ എന്ന് പറയാം. 72 ഏകദേശം ഒരു ടോട്ടൽ ശരാശരി എടുക്കുകയാണെങ്കിൽ മീൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 72 നമുക്ക് കണക്കാക്കാം. 72 മേളകർത്താ രാഗങ്ങളും. അതെ, അതാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഇവിടെ താളം എന്ന് പറയുമ്പോൾ 72 എന്ന് പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക്കിൽ നമ്മൾ 72 രാഗങ്ങളുണ്ട് എന്നും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ഹൃദയ താളത്തിനെ ബാധിക്കുന്നുണ്ട്. 60 താഴെ പോകുന്നതിന് നമ്മൾ ബ്രാഡിക്കാർഡിയ എന്ന് പറയും. അതായത് മിനിറ്റിൽ 60 താഴ്ന്നു കഴിഞ്ഞാൽ നമ്മളത് സാധാരണ രീതിയിൽ 50 വരെയൊക്കെ കാണാം. പക്ഷെ 50 താഴെ പോയി കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാണ്. അതുപോലെ ഒരു 100 വരെയൊക്കെ നമുക്ക് പനിക്കുന്ന സമയത്തും 110 വരെയൊക്കെ കാണാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നാച്ചുറൽ ആയിട്ടും ഉണ്ടായിക്കൂടായില്ല. പക്ഷെ 110 ഒക്കെ മുകളിൽ, അതും പ്രത്യേക രീതിയിലുള്ള താളത്തിലല്ലാതെ മിടിക്കുന്ന രീതിയിൽ. താളം വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്. താളം കൃത്യമായിട്ട് ഒരു മെട്രോണിയമിൽ ഇട്ട് നമ്മൾ കമ്പോസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഹൃദയവും കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഈ മെട്രോണിയം നമ്മൾ ഒരു സാധനം ഇടുന്നത്, ടെമ്പോ എന്നുള്ള ഒരു സാധനം ഒരു മ്യൂസീഷ്യൻ ഇടുന്നത് ടക് 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 എന്ന് പറഞ്ഞിട്ട് ഏത് ബീറ്റ് എത്രയാണോ വേണ്ടത് അത് തന്നെയാണ് അവിടെയും ടെമ്പോ ആയിട്ട് വരുന്നത്. അതുപോലെ ടെമ്പോ ഇടാനുള്ള സാധനം ഹാർട്ടിലുണ്ട്. അതിനാണ് പേസ് മേക്കർ എന്ന് പറയാം. അതിനാണ് SA നോഡ് എന്ന് പറയും നമ്മള്. അവിടെ നിന്നാണ് എല്ലാ സ്പന്ദനങ്ങളും തുടങ്ങുന്നത്. ഹൃദയത്തിന്റെ മുകളിലത്തെ അറയിലുള്ള വലത്തുഭാഗത്തെ അറയിലുള്ള ഒരു ചെറിയ ബിന്ദുവാണിത്. അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പൊ അതും കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ താളം ടെമ്പോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടെമ്പോ കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ബ്രാഡിക്കാർഡിയ എന്ന് പറയും. കൂടുകയാണെങ്കിൽ ടാക്കിക്കാർഡിയ എന്ന് പറയും. അത് അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഈ ഒരു താളം ഇങ്ങനെ 60 തൊട്ട് 90 വരെ പോകേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ പേസ് മേക്കർ എന്താണ് ചെയ്യുക? പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർട്ടിന്റെ മസിൽ തന്നെയാണ് ശരിക്കും. പക്ഷെ അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മസിലാണ്. അത് എക്സ്റ്റേണൽ ഓർഗൻ അല്ലേ? അല്ല, ഹൃദയത്തിന്റെ ഒരു മസിലിന്റെ ഭാഗമാണ്. അല്ല, നമ്മൾ പക്ഷെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അല്ല, അതിലേക്ക് വരാം. ഞാൻ പറയുന്ന ഇപ്പൊ പറഞ്ഞ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ SA നോഡ് എന്ന് പറയും. സൈനോ ആട്രിയൽ നോഡ് എന്ന് പറയും. അത് ഹൃദയത്തിന്റെ മാംസപേശിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതെ, അത് ഹൃദയത്തിന്റെ വലത്തെ അറയില്, മുകളിലത്തെ വലത്തെ അറയില് പിന്നാമ്പുറത്തു നിന്നുള്ള ഒരു ചെറിയ ഏരിയ ആണ്. ഹൃദയത്തിന്റെ മാംസപേശികൾക്ക് 2-3 വളരെ വളരെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കയ്യിലെയോ കാലിലെയോ മസിൽസിനെ പോലെയല്ല. കാരണം കയ്യിന്റെ കാലിന്റെ മസിൽ നമ്മൾ ഉറങ്ങുമ്പോൾ റിലാക്സ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോഴും ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തുടർച്ചയായിട്ട് മിടിക്കണം. ഈ കൺട്രാക്ഷൻ റിലാക്സേഷൻ ഇത് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കണം ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം. ഇല്ലെങ്കിൽ ആളില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ദൈവം തന്ന ഒരു സാധനമാണ്. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രകൃതി തന്നാന്ന് പറയാം. ഏതായാലും അത് വളരെ കാര്യമാത്ര പ്രസക്തമാണ്. അതിൽ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഹാർട്ടിന് മിടിപ്പ് കൂടുന്നതും കുറയുന്നതും. കുറയുമ്പോൾ ഒരു പരിധി വിട്ട് കുറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇനി അത് റിക്കവർ ചെയ്യില്ല എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മെഷീൻ പുറത്തുനിന്ന് വെക്കേണ്ടി വരും. അതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ പേസ് മേക്കർ. അതെ, നമ്മളുടെ ഒരു സാധാരണക്കാരുടെ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ അത് ജന്മനാ ഉള്ളതാണെന്ന് നമുക്ക് അറിയില്ല. ജന്മനാ തന്ന പേസ് മേക്കർ കേടുവരുമ്പോൾ നമ്മൾ വെക്കുന്ന ഒരു പുതിയ സാധനമാണ് പേസ് മേക്കർ എന്ന് നമ്മൾ പറയുന്ന ഒരു ഡിവൈസ്. അത് കംപ്ലീറ്റ് എന്താ പറയാ, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടിയ ഒരു സാധനമാണ്. കമ്പ്യൂട്ടർ പോലെ തന്നെ ഉള്ള ഒരു സാധനമാണത്. അതിൽ സോഫ്റ്റ്വെയറും ഉണ്ടോ? അതുണ്ട്. അത് ചിപ്പ് ബേസ്ഡ് ആണ് എല്ലാം. ഇതൊക്കെ ഈ ഡിവൈസുകൾ ഇങ്ങനെ കൃത്യമായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സംഭവം ഉള്ളിൽ വേണമല്ലോ. അതിനൊരു എഞ്ചിൻ വേണമല്ലോ, അതിനൊരു ബുദ്ധി വേണമല്ലോ. സ്വാഭാവികമായിട്ടും ആ ബുദ്ധിയും കൂടി കൊടുത്തിട്ടുള്ള ഒരു സാധനമാണത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഹാർട്ട് അറ്റാക്കിലേക്ക് വരുമ്പോൾ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ജനിതകമാണോ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലായിട്ടുള്ളതാണോ, അതോ നമ്മളുടെ സാധാരണ പറയും നമ്മളുടെ ജീവിത ശൈലിയിൽ നിന്നും രീതിയിൽ നിന്നും ഉണ്ടാകുന്നതാണെന്ന് പറയും. അതല്ല ബാഹ്യമായ സമ്മർദ്ദം കൊണ്ട്, ഈ സ്ട്രെസ്
അല്ലെങ്കിൽ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്താണ് ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? അത് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ട് ഒതുക്കാൻ പറ്റില്ല. ഇതിന് മൾട്ടി ഫാക്ടോറിയൽ എന്നാണ് നമ്മൾ പറയുന്നത്. പലവിധ കാരണങ്ങൾ കൂടിയിട്ടാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ചിലപ്പോൾ ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു വരാം ചില കാർഡിയോളജിസ്റ്റിന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് സംശയമൊന്നുമില്ല. നമുക്ക് പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള, നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് പിതാമഹന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജനറ്റിക്കലായി ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ആണ്, ശരീരത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ, ശരീരത്തിനകത്ത് നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അതായത് എന്താ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സാധ്യതകൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് നേരിട്ട് ഹൃദയത്തിന് ബാധിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ശരീരത്തിന്. കൊളസ്ട്രോൾ ഇല്ലാതെ ശരീരത്തിന് നിലനിൽപ്പില്ല. ഓരോ സെല്ലിനും അതിൻ്റെ സെൽ വാളിന് ചുറ്റും മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വേണം. കൊളസ്ട്രോൾ അടങ്ങിയ കാര്യങ്ങളാണ് അതിലേക്ക് വരുന്നത്. ഹോർമോൺസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വേണം. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ കൊളസ്ട്രോൾ ഒരു പരിധി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാക്കുക. നമ്മൾ ആഹരിക്കുന്ന സാധനമല്ല കൊളസ്ട്രോൾ. ആക്ച്വലി 10% കഴിക്കുന്ന സാധനത്തിൽ നിന്നും കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് വരുന്നു. ബാക്കി 90% ഡിസ്പോസ് ചെയ്ത് പോവുക ചെയ്യുക മരത്തിൻ്റെ കൂടെ. ഈ 10% വരുന്നത് തന്നെ പക്ഷേ രണ്ടാമത് വിഘടിപ്പിച്ച് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള മിശ്രിതങ്ങളായിട്ട് മാറ്റുകയാണ് ചെയ്യുക ലിവർ എന്നാണ് അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഉത്ഭവം. അതായത് എൻ്റെ കരളയെന്ന് വിളിക്കുന്ന പോലെ തന്നെ കരളയെന്ന് വിളിച്ചുകൊണ്ടിരിക്കണം നമ്മള്. കരളയെ മര്യാദയ്ക്ക് തന്നെ നോക്കിക്കൊള്ളണമെന്ന്. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം. ഹൃദയത്തിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്നുണ്ടാകുന്ന കൊളസ്ട്രോള് പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റിവേഴ്സ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ലിവറിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ വിഘടിപ്പിക്കാൻ കഴിയണം. ആ വിഘടനത്തിനുള്ള കഴിവ് കുറയുമ്പോഴാണ് നമുക്ക് ഈ കൊളസ്ട്രോൾ അക്യുമുലേറ്റ് ചെയ്യുക. അതാണ് ചിലപ്പോൾ നമുക്ക് ജനറ്റിക്കലായിട്ട് കിട്ടുക. അത് തന്നെ ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഏത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ഇതിനു വേണ്ടി കൃത്യമായിട്ട് നിലകൊള്ളുന്നത് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഏത് ജീൻസ് ആണ് എത്രയും അബ്നോർമലായിട്ട് നിൽക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്കറിയാം. ചില കാൻഡിഡേറ്റ് ജീൻസ് നമുക്ക് പറയും ഇതാണ് പോസിബിൾ, അല്ലെങ്കിൽ അത് പോസിബിൾ ആണ്. പക്ഷെ എന്നാലും കൃത്യമായിട്ട് അത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയും. അപ്പൊ ഇങ്ങനെയുള്ള ചില ജീൻസ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഭാവിയിലേക്ക് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ ഉണ്ടായേക്കാവുന്ന വ്യതിയാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഈ വ്യതിയാനങ്ങൾ ശരീരത്തിൽ ആക്റ്റീവ് ആയിരിക്കും. അല്ലാതെ 40 വയസ്സ് കഴിയുമ്പോഴല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. കുട്ടിയുടെ ജീവിത രീതി ഇതിൻ്റെ കൂടെ അബ്നോർമലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, കൂടുതൽ കൊളസ്ട്രോൾ കഴിക്കുന്നു, കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ അധ്വാനിക്കാൻ വിമുഖത കാണിക്കുന്നു. കുട്ടികൾക്ക് ഇപ്പം അറിയാലോ, പഠനം മാത്രമേ ഉള്ളൂ, അധ്വാനത്തിനുള്ള യാതൊരു സാധ്യതകളും നിലവിലില്ല. അല്ലെങ്കിൽ അധ്വാനിക്കണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഇന്നത്തെ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. PT പീരീഡൊക്കെ കട്ട് ചെയ്ത് എങ്ങനെ കൂടുതൽ പീരീഡുകൾ പഠന രീതികളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അധ്വാനം കുറയുന്നു, കൂടുതൽ കലോറി റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നു, കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നു. അപ്പൊ ഇതൊന്നും ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശരീരത്തിന് പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. കൊളസ്ട്രോൾ ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഈ കൊളസ്ട്രോൾ പല ഏരിയയിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഒപ്പം ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഷുഗറിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ശരീരത്തിന് നഷ്ടപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ബയോകെമിക്കൽ ചേഞ്ചസ് ശരീരത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭാവിയിൽ കുറേശ്ശെയായിട്ട് രോഗിയായിട്ട് മാറുന്നത്. ഇത് പക്ഷെ മുൻകൂട്ടി നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ കുട്ടികൾക്കുണ്ട് എന്നൊക്കെ പറയുന്നത്, നമ്മൾ സാധാരണ നിലയ്ക്ക് ഇത് അറ്റാക്ക് ഉണ്ടാവുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുമ്പോഴേ നമുക്കറിയുള്ളൂ. ഇതിനൊരു മുൻകൂട്ടി തന്നെ കാണാൻ പറ്റും എന്നാണോ പറയുന്നത്? മുൻകൂട്ടി കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പോൾ നമുക്ക് ഒരു ഫാമിലിയിൽ കുറച്ച് പേർക്ക് സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഫാദറിന്റെ ബ്രദറിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മദറിന് ഉണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക്, ഫാദറിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കസിൻസിന് ഉണ്ടായിരുന്നു, അവരുടെ കസിൻസിന് ഉണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ജീനുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കുട്ടിയിലേക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള കുട്ടികൾ കൂടുതൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയുള്ളവരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പേഷ്യന്റിന്റെ ഒരു ഹിസ്റ്ററിയും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ 40 വയസ്സിലല്ല നമ്മൾ കൊളസ്ട്രോൾ നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അതാണ്. അതാണ്. പ്രമേഹവും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നോക്കേണ്ടത് 40 വയസ്സിലല്ല, 10 വയസ്സ് മുതൽ തുടങ്ങുന്ന, അല്ലെങ്കിൽ എപ്പോൾ മുതലാണോ ഇത് ചേഞ്ചസ്. ഇനീഷ്യലി കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ കാണില്ല നമ്മൾ. കാരണം കുട്ടികൾ ജനിച്ച് കുറച്ച് കാലത്തേക്ക് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന പോലെയാണ്. എഞ്ചിൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കും, അപ്പോഴൊന്നും ഒന്നും സംഭവിക്കില്ല. എഞ്ചിനുള്ള പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴേ കണ്ടു തുടങ്ങുക, കുറച്ച് ഏജ്ഡ് ആകുമ്പോൾ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെയും കാര്യങ്ങൾ. കുട്ടികൾ കുറച്ച് മുതിരുമ്പോഴാണ് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുക. അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചാലഞ്ച്. ഒരു കാർഡിയോളജിസ്റ്റ് സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും നേരത്തെ നോക്കി തുടങ്ങണം. കാച്ച് ദം യങ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തന്നെ ഇപ്പൊ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുകയാണ് ഇതിനു വേണ്ടി, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ടതുണ്ട്, നിങ്ങൾ കൂടുതൽ കളിക്കേണ്ടതുണ്ട്, ഫിസിക്കലി ആക്റ്റീവ് ആവേണ്ടതുണ്ട്, നിങ്ങൾ കലോറി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കണം, ഫാറ്റി ഫുഡ്സ് കുറയ്ക്കേണ്ടതുണ്ട്, റെഡ് മീറ്റ് കുറയ്ക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ എത്ര പേർക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇത്രയും നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, സൊസൈറ്റി ഒരു നല്ല എഫേർട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, വലിയൊരു ശതമാനം ഹാർട്ട് അറ്റാക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും 40 വയസ്സിൽ വരുന്നത്. അതിപ്പോ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ ഈ കുട്ടികളുടെ കാച്ച് ദം യങ് എന്ന് പറഞ്ഞല്ലോ, ഈ കാച്ച് ദം യങ് എന്നുള്ള പ്രോജക്ട് നമ്മളിപ്പോ ചെയ്യുന്നത്, കുട്ടികൾ നമ്മൾ ഒരു സ്കൂൾസിനെ അഡോപ്റ്റ് ചെയ്യുന്നു, ഓരോ IME ബ്രാഞ്ചും ഒരു സ്കൂളിനെ അഡോപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ്, എന്തൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം. ഒപ്പം ടീച്ചേഴ്സിനും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ കുട്ടികളെ എങ്ങനെയൊക്കെ മോഡുലേറ്റ് ചെയ്യണം, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ഏതൊക്കെ രീതിയിലായിരിക്കണം, PT എന്തൊക്കെ ചെയ്യിക്കണം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് അത് എത്രത്തോളം സൊസൈറ്റി ബാധിക്കുന്നുണ്ട്, ഈ കുട്ടികൾക്ക് ഭാവിയിലേക്ക് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് കൂടി വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ 35 വയസ്സിൽ കൊളസ്ട്രോൾ നോക്കുന്നതിന് പകരം, ഡയബറ്റീസ് നോക്കുന്നതിന് പകരം, ഷുഗർ നോക്കുന്നതിന് പകരം വളരെ നേരത്തെ നോക്കുക. കാരണം കൊളസ്ട്രോൾ ഇയേഴ്സ് ആണ് നമ്മൾ പറയുക. എത്ര കാലം കൊളസ്ട്രോൾ കൂടുതൽ, പ്രത്യേകിച്ചും ചീത്ത കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ എന്നുള്ള ചീത്ത കൊളസ്ട്രോൾ എത്ര കാലം നിലനിന്നു, എത്രത്തോളം കടുപ്പമായിട്ട് നിലനിന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും രക്തക്കുഴലിൽ ഉണ്ടായേക്കാവുന്ന ഡാമേജസ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വലിയ പങ്ക് ജനറ്റിക്കലാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ജനറ്റിക് ആണ്, പക്ഷേ ജനിതകം മാത്രമല്ല, അതിന്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണം, ജീവിത രീതികൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ചെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലിരിക്കുന്ന പൈസ എത്ര ബാക്കിയുണ്ട് നമ്മൾ തീരുമാനിക്കുന്നത്, നമുക്ക് എത്ര കിട്ടുന്നു, നമ്മൾ അതിന് എത്ര യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിന് വെച്ചാ. അതായത് നീക്കിയിരിപ്പ്. ഈ നീക്കിയിരിപ്പ് സാധാരണ രൂപയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, പക്ഷേ ശരീരത്തിന് അത് നല്ലതല്ല. കാലറി കൂടുതൽ കഴിക്കുക, കുറച്ച് ഉപയോഗിക്കുക, കൂടുതൽ ഫാറ്റ് കഴിക്കുക, കുറച്ച് ഉപയോഗിക്കുക, ഇതൊട്ടും നല്ലതല്ല. ഇതൊക്കെ അക്കോമഡേറ്റ് ചെയ്യും, പ്രത്യേകിച്ച് അതിന് സാധ്യതയുള്ള ശരീരത്തിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നീക്കിയിരിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ആഹരിക്കുന്ന കാര്യങ്ങൾ, കലോറി കൂടുതലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷുഗർ കൂടുതൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, എത്രയോ ഷുഗർ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നിന്റെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഇതിലൊക്കെ എത്രയോ ഷുഗർ ഉള്ളതെന്ന് അറിയോ? അതൊക്കെ ഒരു ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ദിവസം ജീവിക്കേണ്ട കലറി ആയി. പിന്നെ അതുപോലെ തന്നെ ഓരോന്നും, അത് നമുക്ക് ബേക്കറി ഐറ്റൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിത രീതി തന്നെ മാറിപ്പോയില്ലേ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന ആഹാര രീതി അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ രീതിയൊക്കെ സ്വാഭാവികമായിട്ടും ഇതിൽ റിഫ്ലക്ട് ചെയ്യും. അതൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒന്നും ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. എത്ര കലറി ഞാൻ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഇതിന്ന് അവൈലബിൾ ആണ്, ഇതിന്ന് ആപ്പുകൾ അവൈലബിൾ ആണ്, രണ്ടിനും അവൈലബിൾ. എല്ലാ ആപ്പുകളും ഉണ്ട്. നമുക്ക് ഇട്ട് നോക്കി കഴിയുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒക്കെ കലറി വാല്യൂ കിട്ടും. ഇത് അത്രത്തോളം കോൺഷ്യസ് ആവുമ്പോഴേ ചില ആൾക്കാരൊക്കെ രാവിലെ എണീച്ചിട്ട് ഞാൻ ഇന്ന് ഇത്ര അടി നടന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര കലോറി കഴിച്ചു, അതെന്നെ ഇങ്ങനെ ബാധിക്കുന്നു എന്ന് ഒരു എക്സസീവ് ഒബ്സഷനിലേക്കും ആൾക്കാർ പോകുന്ന ഒരു സാധ്യത കാണുന്നില്ലേ? അതുണ്ടല്ലോ, അതുണ്ട്.
ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നുള്ള രീതിയിൽ പാടില്ല. അതെ. ഇതിന് മിഡിൽ രീതിയിലേ പാടുള്ളൂ. പക്ഷെ ഒരു അവയർനെസ് വേണം. അവയർനെസ് ഇല്ലാതെ കാറ്റത്തിട്ട പഞ്ഞു പോലെ പോയാലും കാര്യമില്ല. അതേ ഉള്ളൂ. അത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ അത് മാത്രമായി പോകേണ്ട കാര്യമൊന്നുമില്ല. അതിലിപ്പോ വളരെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോ നമുക്ക് വലിയ ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ വന്നു എന്ന് വരാം. കുട്ടികളുടെ ഈ ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടാവാനുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ഹാർട്ട് അറ്റാക്ക് പോലത്തുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? കുട്ടികളിൽ വരുന്ന ഹാർട്ട് അറ്റാക്ക് ചില പ്രത്യേക കാര്യങ്ങൾ വഴിയേ ഉണ്ടാവുള്ളൂ. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 15 വയസ്സ് വരെയുള്ള കുട്ടികളെ എടുക്കുന്നത്. അത് ജനിച്ച ഉടനെ ഹൃദയാഘാതത്തിനുള്ള സാധ്യതയുള്ള കുട്ടികളുണ്ട്. അത്തരം കുട്ടികളിൽ രക്തക്കുഴലുകൾ ഓൾറെഡി വരുന്ന ഏരിയാസ് വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലും രീതിയിലുള്ള അനാറ്റമിക്കൽ വേരിയേഷൻസ് ഉണ്ടാവും. അതായത് ചില പ്രത്യേക രീതിയിലുള്ള കണക്ഷൻസ് വരേണ്ടതെന്നായിരിക്കില്ല വരുന്നുണ്ടാവുക. ഇപ്പൊ ഉദാഹരണത്തിന് ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലിൽ കൊറോണറി ആർട്ടറീസ് എന്നാ പറയാം. അത് അയോട്ട എന്നുള്ള മഹാധമനിയിൽ നിന്ന് വരുന്നതിന് പകരം ശ്വാസക്കുഴലിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് ഹൃദയത്തിന് ഓക്സിജൻ മര്യാദയ്ക്ക് കിട്ടില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിച്ചറിയാം. കാരണം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അവിടേക്ക് വരിക. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് അല്ല വരിക. ഓക്സിജൻ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിൽ പോയി തിരിച്ച് ഹാർട്ടിലേക്ക് വന്നതിന് ശേഷം മഹാധമനി വന്നിട്ടേ കിട്ടുള്ളൂ. ഇത്തരം കുട്ടികൾക്ക് ഹൃദയാഘാതത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില പ്രത്യേക അസുഖങ്ങളുള്ള കുട്ടികൾക്ക് ഇപ്പോ ചിലതരം പനികളുണ്ട്, കവസാക്കീസ് ഡിസീസ് എന്നൊക്കെ പറയും. അത്തരം കുട്ടികളിൽ ഈ പനി വന്നു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾക്ക് തകരാറ് വരാം, രക്തക്കുഴൽ വികസിക്കാം, രക്തക്കുഴൽ ചുരുങ്ങാം. ഇങ്ങനത്തെ കുട്ടികളിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഹൃദയാഘാതം ഉണ്ടായെന്ന് വരാം. അല്ലാതെ സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാൻ സാധാരണ നമ്മൾ പറയുന്ന അത്രോസ്ക്ലറോസിസ് വഴി ഉണ്ടാവുന്ന ഹൃദയാഘാതത്തിന് സാധ്യതയില്ല. കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള പാർട്ടികൾ വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള ഹൃദയാഘാതത്തിന് സാധ്യതയില്ല. അതുപോലെ നമ്മൾ ഈ ബ്ലോക്ക് എന്ന് പറയുന്ന അത് ഹാർട്ടായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണോ അതോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അതിനുള്ള സാധ്യത ഉണ്ടോ? ബ്ലോക്ക് വരുന്നത് എപ്പോഴും ധമനികളിലാണ്. ആർട്ടറീസ് എന്ന് പറയുന്ന രക്തക്കുഴലുകളാണ്. 3 തരത്തിലുള്ള രക്തക്കുഴലുകളുണ്ട്. ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. വെയിൻസ് പറഞ്ഞാൽ സിരകൾ. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ആണ് സിരകൾ. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നതാണ്, ബാക്കി അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നതാണ് ധമനികൾ. അപ്പൊ ഈ ധമനികളിലാണ് പ്രധാനമായിട്ടും മഹാധമനിയും അതിന്റെ തുടർന്നുള്ള അയോട്ട എന്ന് പറയുന്ന രക്തക്കുഴൽ അതിന് തുടർന്ന് വരുന്ന ബ്രാഞ്ചസിലും ഇതിലാണ് ബ്ലോക്കുകൾ വരാനുള്ള സാധ്യതകളുള്ളത്. അതായത് ഇതിലൊക്കെയാണ് നമുക്ക് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി. കാരണം ഇതൊരു ഹൈ പ്രഷർ സിസ്റ്റമാണ്. വെയിൻസിൽ വളരെ ലോ പ്രഷറേ ഉള്ളൂ. ഹൃദയം പമ്പ് ചെയ്യുന്നത് ധമനികളിലേക്കാണ്. അതും പ്രത്യേകിച്ചും ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ പമ്പ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ പ്രഷറിൽ പമ്പ് ചെയ്യുന്നത്. കാരണം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും എത്തണം. റൈറ്റ് സൈഡിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് ശ്വാസകോശത്തിലേക്കാണ്. അത് ചെറിയ പ്രഷറിൽ പോയാൽ മതി. ഒരു 20 മില്ലിമീറ്റർ വരെ മാക്സിമം വരുള്ളൂ. മാക്സിമം പോയാൽ 30 മില്ലിമീറ്റർ മെർക്കുറി. നേരെ മറിച്ച് നമ്മൾ അയോട്ടയിലേക്ക് പമ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നത് 120 മിനിമം 120 മില്ലിമീറ്റർ മെർക്കുറി. അതാണ് നമ്മൾ BP ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലാണ് ഹൈ പ്രഷർ സിസ്റ്റം നമ്മൾ പറയുന്ന ഈ രക്തക്കുഴലിലാണ് ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത. അതായത് ഈ ഷിയർ സ്ട്രെസ് നമ്മൾ പറയും. അതായത് ഹൈ പ്രഷറിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഹൈ പ്രഷറിൽ ഇപ്പോൾ ഒരു പമ്പ് വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. അതിന്ന് വെള്ളം പുറത്തേക്ക് തള്ളപ്പെടുമ്പോൾ അതിനുള്ളിൽ വരുന്ന ആ ട്യൂബിൽ വരുന്ന ഡാമേജസ് പോസിബിൾ ആണ്. നേരെ മറിച്ച് വളരെ ലോ പ്രഷറിൽ ഒരു സാധനത്ത് ട്യൂബിൽ കൂടെ പോകുമ്പോൾ അതിൽ വന്നേക്കാവുന്ന ഡാമേജസ് കുറവാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ ഷിയർ സ്ട്രെസ് ചെറിയ ഡാമേജസ് രക്തക്കുഴലിൽ ഉണ്ടാക്കും. ഈ ഡാമേജസിൽ കൂടി ഉള്ളിലേക്ക് കയറിക്കൂടാത്ത കാര്യങ്ങൾ രക്തത്തിൽ നിന്ന് ധമനികളുടെ ഉള്ളിലേക്ക് കയറുന്നു. അത് സബ് ഇൻറ്റിമൽ എന്ന് പറയും. നമ്മൾ എൻഡോത്തീലിയം എന്നുള്ള ചെറിയൊരു പാളി, ഒരു കോശത്തിന്റെ ഡെപ്ത് മാത്രമുള്ള ഒരു പാളിയാണ് ഈ എൻഡോത്തീലിയം എന്ന് പറയുന്നത്. ഈ എൻഡോത്തീലിയം ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന കൊളസ്ട്രോളും രക്താണുക്കളും ഒക്കെ ഉള്ളിലേക്ക് കയറുന്നു. അത് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് അതൊരു ചെറിയ ഉണലായി മാറി പിന്നെ അത് പൊട്ടുമ്പോഴാണ് ഈ ബ്ലോക്കുകൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത് കാലക്രമേണ കൂടി വന്ന് ബ്ലോക്ക് ആവുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലോക്ക്
ഹൃദയത്തിന്റെ രക്തക്കുഴലിൽ മാത്രമല്ല, ശരീരത്തിന്റെ ഏത് രക്തക്കുഴലും ഉണ്ടാവാം. പക്ഷെ ഹൃദയത്തിന്റെ രക്തക്കുഴലിനെ എന്തുകൊണ്ട് ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാക്സിമം ഡയമീറ്റർ വരാവുന്നത് 3 മില്ലിമീറ്റർ ആണ്. ഇത്ര വലിയ നമ്മൾ ആൻജിയോഗ്രാമിൽ കാണുന്ന പോലെ അത് 10 മടങ്ങ് 20 മടങ്ങ് വലുതാക്കിയാണ് കാണിക്കുന്നത്. ഇത് വളരെ ചെറിയ രക്തക്കുഴലാണ്. 3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കാം നമുക്ക്. അപ്പൊ 2.5 മുതൽ 3 മില്ലിമീറ്റർ, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 4-5 മില്ലിമീറ്റർ വരെ ഇതിന് ഡയമീറ്റർ ഉള്ളൂ. ആ സാധനത്തിന്റെ ഉള്ള ഒരു ഓണൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം അല്ലേ, അത് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഓണൽ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ രക്തം കെട്ടുപിടിക്കും, പിന്നെ മുന്നോട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അപ്പുറമുള്ള ടിഷ്യൂസ് നശിച്ചു പോകുന്നു, മസിലുകൾ നശിച്ചു പോകുന്നു. അപ്പോൾ അതാണ് ഹാർട്ട് അറ്റാക്കിനുള്ള കാരണം. ഇതേ കാര്യം ബ്രെയിനിലും ഉണ്ടാവാം. അപ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. ഈ അടിഞ്ഞുകൂടിയ രക്തക്കട്ട പ്രത്യേകിച്ചും ബ്രെയിനിന്റെ പല ഭാഗത്തേക്കും പോയി കഴിഞ്ഞാൽ അതൊക്കെ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് ശരീരത്തിന്റെ ഏത് അവയവത്തിലും ഉണ്ടാവാം. കിഡ്നിയിലുണ്ടാവാം. കിഡ്നിയിൽ തുടർച്ചയായിട്ടുണ്ടാകുമ്പോഴാണ് കിഡ്നിക്ക് ഡാമേജ് വന്ന് നമുക്ക് ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നത്. പലപ്പോഴും അത് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്കുകൾ വഴിയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയുള്ള കാര്യം, ഏത് ഭാഗത്തിനും വരാം. ഇത് കാലിലേക്ക് വരാം, കയ്യിലേക്ക് വരാം. കാലിലേക്ക് വരുന്ന നമ്മൾ സ്ഥിരം കാണുന്നതാണ്, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാലിലേക്ക് വരുന്ന ബ്ലോക്കുകൾ പലപ്പോഴും ചെറിയ അൾസറുകളായിട്ട് മാറുന്നു. പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇത് കൂടുതലാണ്. ഈ അത്രോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ഒരു ബേസിക് കാര്യം തന്നെ റിസ്ക് ഫാക്ടർ ഡയബറ്റിസ് ആണ്. ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കാണുക. ചെറിയ ചെറിയ അൾസറായിട്ട് മാറുന്നു. ഈ അൾസർ ഡയബറ്റിക് അൾസറാന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരിക്കലും മാറില്ല. പക്ഷെ ആക്ച്വലി ഇത് ബ്ലോക്ക് കാരണം അവിടേക്ക് മര്യാദയ്ക്ക് രക്തം കിട്ടാതിരുന്നിട്ടാണ് ഇത് വരുന്നത്. അത് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ കാലും മുറിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അത് പലപ്പോഴും ഡോക്ടർമാർക്ക് പോലും മര്യാദയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം കാണുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് ഡയബറ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഗികൾക്ക് ഇത് ഒട്ടും അറിയില്ല. പല രോഗികളും എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഇത് ഓക്കെ. അങ്ങനെയുള്ള രോഗികൾക്ക് ആംബുട്ടേഷൻ പോലും പറഞ്ഞിട്ടുള്ള രോഗികൾ ഒഴിവായിട്ടുള്ള ചരിത്രമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ആംബുട്ടേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി അറിയാലോ. ഒരു കാല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 കാല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഇത് പോസിബിൾ ആണ്. പിന്നെ ഇതുപോലെ വയറിലേക്കുള്ള രക്തക്കുഴൽ, അത് ഈ പറഞ്ഞ പോലെ തന്നെ മെസെൻട്രിക് ഇസ്കീമിയ എന്ന് പറഞ്ഞിട്ടുള്ള വയറുവേദനയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. വയറിന്റെ ഒരു ഭാഗം നശിച്ചു പോകാനുള്ള, കുടലിന്റെ ഒരു ഭാഗം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ അവയവങ്ങൾക്കും ഇത് പോസിബിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഗതിയാണല്ലോ ഒന്ന് ഈ പ്രഷർ എന്ന് പറയുന്നത്. BP നേരത്തെ മെൻഷൻ ചെയ്തു. ഇത് ഹാർട്ട് അറ്റാക്കും ഹാർട്ടായിട്ടുള്ള ബന്ധം എന്താണത്? BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു കാര്യം. അതായത് ഹൃദയം ഇടതു ഭാഗത്തെ രക്തക്കുഴലിലേക്ക് മഹാധമനിയിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ പ്രഷറാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ അളക്കുന്നത്. അത് 120/80 നമ്മൾ പറയുന്ന 120 എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നമ്മൾ പറയും. അതായത് പമ്പ് ചെയ്യുന്ന ആ സമയത്തുണ്ടാകുന്ന പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷറാണ് 80 എന്ന് നമ്മൾ താഴത്തെ വാല്യൂ ആയിട്ട് പറയുന്നത്. അതായത് പമ്പ് ചെയ്ത് ഹൃദയത്തിന്റെ അറ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിൽ ഉണ്ടാകുന്ന പ്രഷർ. ഈ 2 പ്രഷറാണ് നമ്മൾ അളക്കുന്നത്. ഈ 2 പ്രഷറിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ കൂടുതൽ പമ്പിങ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിസ്റ്റോളിക് പ്രഷർ കൂടും. അതെന്തുകൊണ്ട് കൂടുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ നമ്മൾ BP അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള അസുഖം വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്തക്കുഴലുകൾ കുട്ടിക്കാലത്ത് വളരെ സപ്പിളാണ്, വളരെ ഇലാസ്റ്റിക് ആണ്. അത് എത്ര പ്രഷർ അക്കോമഡേറ്റ് ചെയ്യാൻ റെഡിയാണ്. നല്ല രീതിയിലുള്ള പമ്പിങ് വന്നു കഴിഞ്ഞാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് കുറച്ച് അഡൾട്ട് ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? കൊളസ്ട്രോൾ വരുന്നു, ബാക്കി കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടുന്നു. അപ്പോൾ രക്തക്കുഴലിന്റെ ഘടന മാറുന്നു. ഈ ഘടന മാറുന്നതോടുകൂടി ഇതിന്റെ ഇലാസ്റ്റിക് നേച്ചർ പോകുന്നു. അപ്പൊ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം മാറുന്നു. അപ്പൊ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ബ്ലഡ് കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വികസിക്കണം. അങ്ങനെ വികസിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്ന പ്രഷർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവ് രക്തക്കുഴലിൽ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴാണ് BP കൂടുക. അതായത് BP എന്നുള്ള ഒരു സറഗേറ്റ് മാർക്കർ നമ്മൾ പറയും. അതായത് രക്തക്കുഴലിന്റെ ഘടനയ്ക്ക് ചേഞ്ച് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ സറഗേറ്റ് മാർക്കറാണത്. അതായത് വേറെ രീതിയിൽ നമ്മൾ അസസ് ചെയ്യുന്ന ഒരു രീതിയാണത്. ഇത് പലർക്കും അറിയില്ല. അവരുടെ വിശ്വാസം എന്താ വെച്ച് കഴിഞ്ഞാൽ BP
എല്ലാവർക്കും ഉണ്ട്. അപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. അപ്പുറത്തെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ ഇത്ര ആൾക്കാർക്ക് ഉണ്ട്. അപ്പൊ അതും മരുന്ന് കഴിച്ചാൽ മാറുന്ന ഒരു കാര്യം. പക്ഷേ ഇത് വരാതെ നോക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാനുള്ളത്. അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ജീവിത ശൈലി വ്യതിയാനങ്ങളോട് ചെയ്യേണ്ടത്. അതുപോലെ വേറൊരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഈ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. കാരണം പഴയതുപോലെ തന്നെയായി ഹൃദയം. അപ്പോൾ എൻ്റെ പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. അത് എത്രത്തോളം ശരിയാണത്? ഒരുവിധം എല്ലാ ആൾക്കാരും ചിന്താഗതിയാണിത്. ഇതിന് ഞാൻ പറയുന്നൊരു മറുപടി എന്താ അറിയോ, ഞാൻ ആ പാമ്പിനെ കൊന്നില്ല, ഞാൻ അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന അതിന്റെ വിഷത്തിന് അഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പാമ്പ് അവിടെ കിടക്കുകയാണ്, അത് എപ്പോ വേണേലും ഇനിയും കൊത്താം. അപ്പൊ ആ പാമ്പിനെ അവിടെ ഉറക്കി കിടത്തേണ്ട ആവശ്യകത വളരെ ഉണ്ട്. ഈ പാമ്പാണ് അതെറോസ്ക്ലെറോസിസ് എന്നുള്ള അസുഖം. ഈ അസുഖം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ മരുന്ന് കഴിക്കണം, ജീവിത രീതി മാറ്റം വേണം, എല്ലാം വേണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അത് വരുന്നത് സ്ട്രോക്ക് ആയിട്ടായിരിക്കും, കിഡ്നി ഡിസീസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത സ്റ്റെന്റിനകത്ത് രണ്ടാമത് ബ്ലോക്ക് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് ബ്ലോക്ക് ആയിട്ടായിരിക്കും. ഇതൊക്കെ പോസിബിൾ ആണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞു, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ഒട്ടും പറ്റില്ല. ഒരിക്കലും പഴയ പോലെ ആവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് വന്ന ബ്ലോക്കിനുള്ള ചികിത്സകളാണ് ഇതെല്ലാം. ബ്ലോക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിവെൻഷൻ. ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. ഈ ട്രീറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാലും അസുഖം സെറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഡയബറ്റിസ് എന്ന് പറഞ്ഞ അസുഖം, പ്രമേഹം എന്നുള്ള ഒരു അസുഖം നമുക്ക് വന്നു, നമുക്ക് ഒരിക്കലും അത് തിരിച്ച് റിവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് സെറ്റിൻ ചെയ്യുന്ന പോയിന്റ് വരെ നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രമേഹമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനേ പറ്റുള്ളൂ. അപ്പൊ പ്രമേഹം എന്നുള്ള അസുഖം വരുന്ന പോലെ തന്നെയാണ് ഹാർട്ടിന്റെ അസുഖങ്ങളും. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതൊക്കെ ഒന്നിച്ചു പോകുന്ന അസുഖങ്ങളാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, അതുപോലെ കൊളസ്ട്രോള്, ഡയബറ്റിസ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന. അതിന്റെ കൂടെ തന്നെ പുകവലി, മദ്യപാനം, പിന്നെ ഒട്ടും അധ്വാനമില്ലായ്മ, ഓവർ പ്രഷർ, സ്ട്രെസ്, ഇതൊന്നും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകാത്തത്. കാരണം സ്ട്രെസ് എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് സ്ട്രെസ് ഡിസ്ട്രെസ് ആയി പോകും, നേരെ മറിച്ച് ചിലർ ഡിസ്ട്രെസ്സിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി കാര്യങ്ങൾ അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ ആ മേജർ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞ ഗ്രൂപ്പിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് മൈനറിലേക്ക് പോകാതിരിക്കുന്ന അതുകൊണ്ടാണ്. ഇപ്പൊ ഈ BKCC ആണല്ലോ അല്ലെ സ്ഥാപനം? അത് എന്താണ് ഈ BKCC? ഡോക്ടർ BK's ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയക് കെയർ ആൻഡ് റിസർച്ച് എന്നുള്ളതാണ് BKCC ഹാർട്ട് ഹോസ്പിറ്റൽ എന്നുള്ളത്. അതിന് ഒരു ബേസിക് ഒരു പേര് കൊടുത്തേ ഉള്ളൂ. അവിടെ എന്തൊക്കെയാണ് കാർഡിയക് ട്രീറ്റ്മെന്റിന് ആവശ്യമുള്ള സർജറി ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നിലവിലുണ്ട്. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഹാർട്ട് സർജറി ഒഴികെയുള്ള ബാക്കി പെർക്യൂട്ടേനിയസ് പ്രൊസീജിയേഴ്സ്, അതായത് ആൻജിയോപ്ലാസ്റ്റി, വാൽവുലോപ്ലാസ്റ്റി, പേസ് മേക്കർ തുടങ്ങിയിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ നൂതന ടെക്നോളജികളും അവിടെ ഉണ്ട്. ഈ സർജറി വേറെ തന്നെയാണോ? അതെ, അത് രണ്ട് വിഭാഗങ്ങളാണ്. സർജറി ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന സർജൻസ് ആണ്, കാർഡിയക് സർജൻസ് ആണ്. അപ്പൊ അതുകൂടി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. പിന്നെ മാത്രമല്ല അത്രത്തോളം കൂടുതൽ അതിന്ന് നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ആൾക്കാരെ നമുക്ക് അവിടെ എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അത്രയും കൂടുതൽ വോളിയം ഉണ്ടെങ്കിൽ ഇപ്പൊ ആൻജിയോഗ്രാം കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ബൈപ്പാസിന് പറഞ്ഞേക്കില്ല. കാരണം ഈസിയർ പ്രൊസീജിയറാണ്, ലെസ് റിസ്കി പ്രൊസീജിയറാണ്, അതുപോലെ പേഷ്യന്റ് ഫ്രണ്ട്ലി പ്രൊസീജിയറാണ്. നേരെ മറിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ പിടിച്ച കാര്യങ്ങൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വഴി ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ബൈപ്പാസിന് വേണ്ടി പോവുക. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ബൈപ്പാസും കാർഡിയക് സർജൻസും ഉണ്ടാവുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ കിട്ടൂല. അപ്പൊ അത് എപ്പോഴും ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് മേജർ ഹോസ്പിറ്റൽസ് മാത്രമേ നമുക്ക് അത് എംപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ എത്ര കൊല്ലായി BKCC? 5 വർഷം. 5 വർഷമായി. 6ാമത്തെ വർഷമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. എന്താണ് ഒരു ഓൺട്രപ്രൂണർ എന്നുള്ള നിലയ്ക്കുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിന്റെ ചാലഞ്ചസും അതിന്റെ എക്സൈറ്റ്മെന്റും ഒക്കെ എന്തായിരുന്നു?
എക്സൈറ്റ്മെന്റ് ഫേസ് കഴിഞ്ഞു ആക്ച്വലി. കഴിഞ്ഞോ? എപ്പോഴും തുടങ്ങുമ്പോഴാണല്ലോ ഒരു എക്സൈറ്റ്മെന്റ് വരിക. അല്ല അത് കണ്ടിന്യൂസ് വേണമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. എക്സൈറ്റ്മെന്റ് കണ്ടിന്യൂസ് നിലനിർത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഇനീഷ്യൽ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ ഒരു ചാലഞ്ചിങ് ഫേസിലാണല്ലോ നമ്മൾ എക്സൈറ്റ്മെന്റ് വരിക. ഇപ്പൊ അതിന്റെ ഒരു ക്രൂയിസ് ഫേസിലാണ്. അതായത് നമ്മളിപ്പോ എപ്പോഴും ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങൾ. അപ്പൊ ടേക്ക് ഓഫ് കഴിഞ്ഞു, ഇപ്പൊ ഒരു ക്രൂയിസിലെത്തി കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വലിയ ചാലഞ്ചസ് ഇല്ല ഇപ്പൊ.